ഹായ്, വെൽക്കം ടു ജിഞ്ചൂസ് അക്കാഡമി. ഒരു ഈസി മെത്തേഡിലൂടെ കെമിസ്ട്രി ഫുൾ ഒന്ന് റിവൈസ് ചെയ്യാൻ പറ്റിയാലോ? ഇന്ന് നമുക്ക് ആദ്യ 4 ചാപ്റ്റർ റിവൈസ് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. പീരിയോഡിക് ടേബിളിൽ എലമെൻസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അറ്റോമിക് സ്ട്രക്ചറിൻ്റെ ബേസിസിലാണ്. മോഡേൺ തിയറിയുടെ ബേസിസിൽ ഓരോ അറ്റോമിക് സ്ട്രക്ചറിലും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് ന്യൂക്ലിയസിന് ചുറ്റിലുള്ള 3 ഡയമെൻഷണൽ റീജിയണിലാണ്. ഇലക്ട്രോൺസ് അവയുടെ എനർജിയുടെ ബേസിസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓരോ എനർജി ലെവലും ഷെൽസ് എന്ന് പറയുന്നു. ഓരോ ഷെല്ലിനും സബ് ഷെൽസ് ഉണ്ടാകും. ഈ സബ് ഷെല്ലിലാണ് ഇലക്ട്രോൺസിനെ കണ്ടെത്താനുള്ള കൂടുതൽ സാധ്യത. ദിസ് പ്രോബബിലിറ്റി റീജിയൻ ഈസ് നോൺ ആസ് ഓർബിറ്റൽസ്. ഓരോ ഷെല്ലിനും ഓരോ നെയിം കൊടുത്തിട്ടുണ്ട്. കെ, എൽ, എം, എൻ ഇവയൊക്കെ. ഓരോ ഷെല്ലിനും സബ് ഷെൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? സം സബ് ഷെൽസ് ആർ എസ്, പി, ഡി, എഫ്. ഓരോ ഷെല്ലിലും എത്ര സബ് ഷെൽ വീതം ഉണ്ടാകും? കെ ഷെൽ ഹാസ് 1 സബ് ഷെൽ എസ്. എൽ ഷെൽ ഹാസ് 2 സബ് ഷെൽ എസ് ആൻഡ് പി. എം ഷെൽ ഹാസ് 3 എസ്, പി, ഡി. ആൻഡ് എൻ ഷെൽ ഹാസ് 4 എസ്, പി, ഡി ആൻഡ് എഫ്. ഈ ഓരോ സബ് ഷെല്ലിലും ഫിക്സഡ് എമൗണ്ട് ഇലക്ട്രോൺസ് മാത്രമാണ് ഫിൽ ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ എത്ര ഇലക്ട്രോൺസ് വെച്ച് ഓരോ സബ് ഷെല്ലിലും നമുക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കും? കെ ഷെല്ലിൽ ഒരു സബ് ഷെൽ മാത്രമാണുള്ളത്, എസ് സബ് ഷെൽ. ഇറ്റ് ഡിനോട്ട് ആസ് 1s. ഹിയർ 1p, 1d ഈസ് നോട്ട് പോസിബിൾ. ഓൾ എസ് സബ് ഷെൽ ക്യാൻ ഹോൾഡ് 2 ഇലക്ട്രോൺസ്. എസ് സബ് ഷെൽ ഹാസ് ഓൺലി 1 ഓർബിറ്റൽ. ഒരു ഓർബിറ്റലിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് മാത്രമാണ് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. സോ കെ ഷെല്ലിൽ ടോട്ടൽ 2 ഇലക്ട്രോൺസ് ആണുള്ളത്. എൽ ഷെല്ലിൽ 2 സബ് ഷെൽസ് എസ് ആൻഡ് പി. എസ് സബ് ഷെല്ലിൽ 2 ഇലക്ട്രോണും പിയിൽ 6ഉം. പി സബ് ഷെല്ലിൽ 3 ഓർബിറ്റൽസ് ആണുള്ളത്. ടോട്ടൽ എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. എം ഷെല്ലിൽ 3 സബ് ഷെൽസ് ആണുള്ളത്, എസ്, പി ആൻഡ് ഡി. എസ് contains 2 electrons, P contains 6 and D contains 10. D subshell has 5 orbitals. Total number of electrons in M subshell is 18. In N shell, 4 subshells are there, S, P, D and F. S il 2, P il 6 electrons, D il 10 electrons, F il 14 electrons. F subshellil 7 ഓർബിറ്റൽസ് ആണുള്ളത്. എൻ ഷെല്ലിൽ ടോട്ടൽ 32 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഷെല്ലിലെയും സബ് ഷെല്ലിലെയും എനർജി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയെന്ന് നോക്കാം. ഇൻ ദിസ് ഗ്രാഫ് ഷെൽസ് ആർ ഷോൺ ഇൻ എക്സ് ആക്സിസ് ആൻഡ് എനർജി ഇൻ വൈ ആക്സിസ്. കെ ഷെല്ലിലുള്ള ഫസ്റ്റ് സബ് ഷെൽ 1s-നാണ് ലോവസ്റ്റ് എനർജി. ഓരോ ഷെല്ലിലും എനർജി ഇൻക്രീസ് ചെയ്തു വരുന്നു. 1s കഴിഞ്ഞ് 2s, 2p. സെക്കൻഡ് ഷെല്ലായി എല്ലിലുള്ള സബ് ഷെൽ ആയതുകൊണ്ടാണ് 2 എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് തേർഡ് ഷെൽ ഹാസ് മോർ എനർജി. സോ 3s, 3p, 3d. അക്കോർഡിംഗ് ടു അഫ്വ പ്രിൻസിപ്പിൾ 3dയേക്കാൾ 4s സബ് ഷെല്ലിന് എനർജി കുറവാണ്. അതുകൊണ്ട് 4sൽ ഇലക്ട്രോൺ ഫിൽ ചെയ്തതിനു ശേഷമാണ് 3dയിൽ ഇലക്ട്രോൺ ഫിൽ ചെയ്യുക. ഇനി കുറച്ച് എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് എങ്ങനെ വരുന്നുവെന്ന് നോക്കാം. ഫസ്റ്റ് എലമെൻറ്റ് സ്കാൻഡിയം. അറ്റോമിക് നമ്പർ ഈസ് 21. 21 ഇലക്ട്രോൺസ് ആണ് ഇതിനുള്ളത്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ടു അറ്റോമിക് നമ്പർ. സ്റ്റാർട്ട് വിത്ത് ഇൻ ഫസ്റ്റ് ഷെൽ 1s2, സെക്കൻഡ് ഷെൽ 2s2, 2p6, തേർഡ് ഷെൽ 3s2, 3p6. തേർഡ് ഷെല്ലിൽ 3 സബ് ഷെൽ ഉണ്ട്. എന്നാൽ മൂന്നാമത്തെ സബ് ഷെല്ലായ 3dയേക്കാൾ എനർജി കുറവാണ് ഫോർത്ത് ഷെല്ലിലെ 4s സബ് ഷെല്ലിന്. സോ ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ 4s സബ് ഷെൽ ഫസ്റ്റ്. എന്നാൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 3d ആദ്യം എഴുതുന്നു. 1s2 പ്ലസ് 2s2 പ്ലസ് 2p6 പ്ലസ് 3s2 പ്ലസ് 3p6 ഗീവ്സ് 18 ഇലക്ട്രോൺസ്. ഇനി 3 ഇലക്ട്രോൺസ് കൂടി ഫിൽ ചെയ്യണം, എങ്കിലേ 21 ഇലക്ട്രോൺസ് ആവത്തുള്ളൂ. 2 ഇൻ 4s സബ് ഷെൽ ആൻഡ് 1 ഇൻ 3d സബ് ഷെൽ. കുറച്ച് എക്സാമ്പിൾസ് കൂടി നോക്കാം. ഇതിലെ 1s2ലെ 1 ഷെൽ നമ്പറും 2 നമ്പർ ഓഫ് ഇലക്ട്രോൺസുമാണ്. ആദ്യം എലമെൻറ്റിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൗണ്ട് ചെയ്യുക. അതിനുശേഷം സബ് ഷെല്ലിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുക. ഇലക്ട്രോൺസിൻ്റെ നമ്പർ കൂടുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ലെങ്തും കൂടുന്നു അല്ലേ? ഇത് ഈസിയാക്കുവാനായി നോബിൾ ഗ്യാസിൻ്റെ സിമ്പിൾ യൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ സ്കാൻഡിയം.
സ്കാൻഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ലെങ്ത് കുറയ്ക്കുവാനായി ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നോക്കുക. ഇറ്റ്സ് 21. ഇതിന് കുറവ് ഇലക്ട്രോൺസ് ഉള്ള നോബിൾ ഗ്യാസസ് ഏതെന്ന് നോക്കുക. ആർഗൺ ഹാസ് 18 ഇലക്ട്രോൺസ്. സോ വി പുട്ട് AR സിമ്പിൾ ഫോർ ദാറ്റ് 18 ഇലക്ട്രോൺസ്. ബാക്കി 3 ഇലക്ട്രോൺസിൻ്റെ കോൺഫിഗറേഷൻ അങ്ങനെ തന്നെ എടുത്തെഴുതുക. നെക്സ്റ്റ് കാൽഷ്യം, സെയിം ആസ് സ്കാൻഡിയം. അടുത്തത് മഗ്നീഷ്യം. മഗ്നീഷ്യത്തിൻ്റെ കോൺഫിഗറേഷനിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. മഗ്നീഷ്യം ഹാസ് 12 ഇലക്ട്രോൺസ്. 12ൽ താഴെ ഇലക്ട്രോൺസ് ഉള്ള നോബിൾ ഗ്യാസ് നിയോൺ ആണ്. നിയോൺ ഹാസ് 10 ഇലക്ട്രോൺസ്. നിയോണിൻ്റെ സിമ്പലിൻ്റെ കൂടെ 2 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്ത് 4s2 കൂടി എഴുതുന്നു. കൊബാൾട്ട് സെയിം ആസ് സ്കാൻഡിയം ആൻഡ് കാൽഷ്യം. അടുത്തത് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ വ്യത്യസ്തത പുലർത്തുന്ന 2 എലമെൻറ്റ്സ് ആണ് കോപ്പറും ക്രോമിയവും. നോർമലി 3p6 ശേഷം എനർജി കുറവായ 4sലാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യേണ്ടത്. എന്നാൽ ഈ 2 എലമെൻറ്റ്സിലും 4s ഹാഫ് ഫിൽഡ് ആണ്. കോപ്പറിന് 3D സബ്ഷെല്ലിൽ 10 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്താൽ ആ സബ്ഷെൽ ഫുള്ളി ഫിൽഡ് ആവും. ബാക്കിയുള്ള ഒരു ഇലക്ട്രോൺ 4sൽ ഫില്ല് ചെയ്താൽ അത് ഹാഫ് ഫിൽഡും ആവും. ഇത് എലമെൻറ്റിനെ ഹൈലി സ്റ്റേബിൾ ആക്കുന്നു. ഫുള്ളി ഫിൽഡ് സബ്ഷെൽസ് ഓർ ഹാഫ് ഫിൽഡ് സബ്ഷെൽസ് ഹൈ സ്റ്റെബിലിറ്റി നൽകുന്നു. ക്രോമിയത്തിൽ 3D സബ്ഷെൽ ഹാഫ് ഫിൽഡും 4s സബ്ഷെൽ ഹാഫ് ഫിൽഡുമാണ്. ഹൈ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനായിട്ടാണ് 4s ഫുള്ളി ഫിൽഡ് ആക്കാതെ 3Dയിൽ 5 ഇലക്ട്രോൺസ് കൊടുത്തിരിക്കുന്നത്. പീരിയോഡിക് ടേബിളിലുള്ള ഒരു എലമെൻറ്റിൻ്റെ ബ്ലോക്ക്, പീരിയഡ്, ഗ്രൂപ്പ് ഇവയൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കുമോ? ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. സ്കാൻഡിയം. ഈ എലമെൻറ്റിലെ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്തിരിക്കുന്നത് 3D സബ്ഷെല്ലിലാണ്. സോ ഇറ്റ്സ് ബ്ലോക്ക് ഈസ് D ബ്ലോക്ക്. അടുത്തത് ഈ എലമെൻറ്റിൻ്റെ പീരിയഡ് എങ്ങനെ കണ്ടെത്തുന്നതെന്ന് നോക്കാം. എലമെൻറ്റിലെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ നമ്പറാണ് പീരിയഡ് നമ്പർ. ഹിയർ 4s സബ്ഷെൽ ഈസ് ഇൻ സ്കാൻഡിയം. So the outer shell of scandium is 4. It is in 4th period. Next, group number. Last electron fill ചെയ്ത സബ്ഷെല്ലിൻ്റെ നമ്പറാണ് ഗ്രൂപ്പ് നമ്പർ. ഹിയർ ലാസ്റ്റ് ഇലക്ട്രോൺ ഫിൽഡ് ഇൻ 3D സബ്ഷെൽ. സോ സ്കാൻഡിയം ഈസ് ഇൻ 3rd ഗ്രൂപ്പ്. അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്. എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് കണ്ടെയ്ൻസ് ആൽക്കലൈൻ മെറ്റൽസ് ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഈ എലമെൻറ്റ്സിൻ്റെ ഓക്സൈഡ്സും ഹൈഡ്രോക്സൈഡ്സും ബേസിക് നേച്ചറിലുള്ളതാണ്. എസ് ബ്ലോക്ക് എലമെൻറ്റ്സിന് ഇലക്ട്രോൺസിന് വിട്ടുകൊടുക്കുവാനാണ് ടെൻഡൻസി. യൂഷ്വലി ഫോം അയോണിക് ബോൺഡ്സ് വിത്ത് നോൺ മെറ്റൽസ്. എസ് ബ്ലോക്കിലെ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് 1 ഇലക്ട്രോണും സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് 2 ഇലക്ട്രോണും മറ്റ് എലമെൻറ്റ്സിന് ഡൊണേറ്റ് ചെയ്യുന്നു. ഇറ്റ് ഷോസ് ഡെഫിനിറ്റ് വാലൻസി ആൻഡ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇറ്റ് ഹാസ് മോർ മെറ്റാലിക് ക്യാരക്ടേഴ്സ്. എല്ലാം തന്നെ മെറ്റൽസ് ആണ്. ലെസ് അയണൈസേഷൻ എനർജി. ഇലക്ട്രോൺസിനെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ സാധിക്കും. ലെസ് ഇലക്ട്രോനെഗറ്റിവിറ്റി. എസ് ബ്ലോക്ക് എലമെൻറ്റ്സിനെ ഷെയർഡ് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്ത് നിർത്തുവാനുള്ള കഴിവില്ല. നെക്സ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പി ബ്ലോക്ക് എലമെൻറ്റ്സ്. എലമെൻറ്റ്സിലെ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്തിരിക്കുന്നത് പി സബ്ഷെല്ലിലാണെങ്കിൽ അത് പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആയിരിക്കും. പി ബ്ലോക്ക് എലമെൻറ്റ്സിൽ മെറ്റൽ, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ് ആൻഡ് നോബിൾ ഗ്യാസസ് ആണ് ഉള്ളത്. ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, ഹയർ അയണൈസേഷൻ എനർജി. Group 13 to Group 18 elements are in P block. Highest electronegativity element is in Group 17. Group 18 elements are noble gases. അടുത്തത് characteristics of D block elements. D block elements are metals. The last electron is filled in the penultimate shell. D subshellലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്തിരിക്കുന്നത്. ഗ്രൂപ്പ് 3 to 12ലാണ് ഈ എലമെൻറ്റ്സ് ഉള്ളത്. They have high ionization energy because of its small size. Zinc, cadmium, mercury ഇവയെല്ലാം സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നു. ഇവ ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കാത്തവയാണ്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സിലെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് എങ്ങനെയെന്ന് നോക്കാം. ഫെറസ് ക്ലോറൈഡ് ആൻഡ് ഫെറിക് ക്ലോറൈഡ്. ഇതിൽ ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. ഫെറസ് ക്ലോറൈഡിൽ 2 ക്ലോറിൻ ഉണ്ട്. സോ 2 × -1 equals -2. Iron's oxidation state is +2 because iron should share 2 electrons with chlorine. Ferric chloride 3 chlorine ഉണ്ട്. 3 × -1 equals -3. Iron loses 3 electrons to form Fe3+ ion, Fe2+ and Fe3+. അടുത്തത് മാഗ്നീസിൻ്റെ ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് ആണ് ഇവ. MnCl2,
MnO2, Mn2O3, Mn2O7. Oxidation state of MnCl2 is Cl2 charge 2 into -1, that equals -2. Manganese loses 2 electrons and to form Mn2+. Oxidation state of MnO2 is O2 charge 2 into -2, that equals -4. Here manganese loses 4 electrons and to form Mn4+. Oxidation state of Mn2O3 is O3 charge 3 into -2 equals -6. 2 manganese loses 3 electrons each and to form Mn2 3+. So its oxidation state is +3. Oxidation state of Mn2O7, O7 charge 7 into -2 equals -14. 2 manganese loses 7 electrons each and to form Mn2 7+. Next, colored compounds. മിക്ക കളേർഡ് സോൾട്സും ട്രാൻസിഷൻ എലമെൻസിൻ്റെ കോമ്പൗണ്ട്സ് ആണ്. ട്രാൻസിഷൻ മെറ്റൽ അയോൺസിൻ്റെ പ്രസൻസ് ആണ് ഈ കോമ്പൗണ്ട്സിൽ കളർ ഉണ്ടാക്കുന്നത്. കുറച്ച് കളേർഡ് കോമ്പൗണ്ട്സ് ആണ് കോപ്പർ സൾഫേറ്റ്, കോബാൾട്ട് നൈട്രേറ്റ്, ഫെറസ് സൾഫേറ്റ്. അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. എഫ് സബ്ഷെല്ലിൽ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്തിരിക്കുന്ന എലമെൻറ്റ്സ് ആണ് എഫ് ബ്ലോക്കിലുള്ളത്. പീരിയോഡിക് ടേബിളിൻ്റെ ബോട്ടം പോർഷനിലുള്ള 2 റോസിലാണ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സായ ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും ഉള്ളത്. ഫസ്റ്റ് റോയിലുള്ള ലാന്തനോയിഡ്സും സെക്കൻഡ് റോയിലുള്ളത് ആക്ടിനോയിഡ്സുമാണ്. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കുന്നവയാണ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. മിക്ക ആക്ടിനോയിഡ്സും റേഡിയോ ആക്റ്റീവും ആർട്ടിഫിഷ്യൽ എലമെൻറ്റ്സുമാണ്. ന്യൂക്ലിയർ റിയാക്ഷനിൽ യൂസ് ചെയ്യുന്ന ഫ്യൂവൽസ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിലാണ്. യുറാനിയം, തോറിയം, പ്ലൂട്ടോണിയം. എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് പെട്രോളിയം ഇൻഡസ്ട്രിയിൽ കാറ്റലിസ്റ്റായി യൂസ് ചെയ്യുന്നു. സെക്കൻഡ് ചാപ്റ്റർ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്. വോളിയം ഓഫ് ഗ്യാസ്. ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത് അത് ഏത് കണ്ടെയ്നറിലാണോ ഗ്യാസ് ഉള്ളത് ആ കണ്ടെയ്നറിൻ്റെ വോളിയം ആയിരിക്കും. പ്രഷർ ഓഫ് എ ഗ്യാസ്. ഒരു യൂണിറ്റ് ഏരിയയിലുള്ള ഗ്യാസിൻ്റെ ഫോഴ്സിനെയാണ് പ്രഷർ എന്ന് പറയുന്നത്. ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ ഈക്വൽസ് ടോട്ടൽ ഫോഴ്സ് എക്സർട്ടഡ് ഓൺ സർഫസ് ഡിവൈഡഡ് ബൈ സർഫസ് ഏരിയ. അടുത്തത് ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ്. ഗ്യാസ് മോളിക്യൂൾസിലെ ആവറേജ് കൈനറ്റിക് എനർജിയാണ് ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ് എന്ന് പറയുന്നത്. കൈനറ്റിക് എനർജി മീൻസ് മോളിക്യൂൾസിലെ മൂവ്മെൻറ്റിൻ്റെ എനർജി. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോളിയം ആൻഡ് പ്രഷർ. ബോയിൽസ് ലോ പ്രകാരം കോൺസ്റ്റൻ്റ് ആയ ടെമ്പറേച്ചറിൽ വോളിയവും ടെമ്പറേച്ചറും ഇൻവേഴ്സായി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് വോളിയം കുറയുമ്പോൾ പ്രഷർ കൂടുന്നു, അതുപോലെ പ്രഷർ കുറയുമ്പോൾ വോളിയം കൂടുന്നു. നെക്സ്റ്റ്, വോളിയം ആൻഡ് ടെമ്പറേച്ചർ. അക്കോർഡിംഗ് ടു ചാൾസ് ലോ, പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുമ്പോൾ ഗ്യാസിൻ്റെ വോളിയവും ടെമ്പറേച്ചറും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യുന്നു. അടുത്തത് വോളിയം ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുമ്പോൾ ഗ്യാസിൻ്റെ വോളിയം നമ്പർ ഓഫ് മോളിക്യൂൾസുമായി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്? വോളിയം പ്രഷറുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും വോളിയം ടെമ്പറേച്ചറുമായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലും വോളിയം നമ്പർ ഓഫ് മോളിക്യൂൾസുമായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലുമാണ്. അടുത്ത ടേം റിലേറ്റീവ് അറ്റോമിക് മാസ്. ഒരു എലമെൻറ്റിലെ ആറ്റത്തിൻ്റെ ആവറേജ് മാസും കാർബൺ 12 ആറ്റം മാസിൻ്റെ 1/12 റേഷ്യോ ആണ് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ആറ്റംസ്. സി ദിസ് ഇക്വേഷൻ. C+O2 gives CO2. ഇതിൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ C12 ആറ്റം ഈസ് 6.022 into 10⁻23 carbon atoms. 1 mole of any atom is 6.022 into 10⁻23. 16 grams of oxygen is 6.022 into 10⁻23 oxygen atoms. 2 ഓക്സിജനിൽ 2 into 6.022 into 10⁻23 ഓക്സിജൻ ആറ്റംസ്. ഈ റിയാക്ഷനിൽ 6.022 into 10⁻23 കാർബൺ ആറ്റംസിന് 2 into 6.022 into 10⁻23 ഓക്സിജൻ ആറ്റംസ് റിയാക്ട് ചെയ്ത് കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യുന്നു. നെക്സ്റ്റ് ടൈം ഗ്രാം അറ്റോമിക് മാസ്.
The mass of an element in grams equals to its atomic mass. That is called 1 gram atomic mass of the element. ഏതൊരു എലമെൻറ്റിനെയും 1 ഗ്രാം അറ്റോമിക് മാസിൽ 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ് ഉണ്ടാവും. ഈ നമ്പറിനാണ് അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് കണ്ടെത്താം. നെക്സ്റ്റ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കാം. ഗ്രാം അറ്റോമിക് മാസ് ഓഫ് 23 gram of sodium is 6.022 into 10⁻23 atoms. അപ്പോൾ 46 ഗ്രാം സോഡിയത്തിൻ്റെ ഗ്രാം അറ്റോമിക് മാസ് എത്രയായിരിക്കും? 46 ഗ്രാം സോഡിയം ഈക്വൽസ് ടു 46 ഡിവൈഡഡ് ബൈ 23 ഈക്വൽസ് 2 ഗ്രാം അറ്റോമിക് മാസ്. നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് ഈസ് given mass in grams divided by gram atomic mass of the element. That is 2 into 6.022 into 10⁻23 atoms. Next, molecular mass and gram molecular mass. ഒരു മോളിക്യൂളിലുള്ള ഓരോ ആറ്റത്തിൻ്റെയും മാസിൻ്റെയും സമ്മാണ് മോളിക്കുലാർ മാസ്. ഒരു മോൾ ഉള്ള സബ്സ്റ്റൻസിൻ്റെ മാസ് ഗ്രാംസിൽ കാണിക്കുന്നതിനെയാണ് ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. 6.022 into 10⁻23 atoms are called 1 mole atoms. അതുപോലെ 6.022 into 10⁻23 molecules are called 1 mole molecules. Equation is number of gram molecular mass equals given mass in grams divided by gram molecular mass of the element. Next, number of molecules കണ്ടെത്താനായിട്ട് mass in grams divided by molecular mass. 32 gram ഓക്സിജനിൽ 1 gram molecular mass ഉണ്ട്. 64 എത്രയായിരിക്കും? നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈക്വൽസ് 64 ഡിവൈഡഡ് ബൈ 32 ദാറ്റ് ഈക്വൽസ് 2 ഗ്രാം മോളിക്കുലാർ മാസ്. ദാറ്റ് ഈസ് 2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ്. അടുത്തത് ഒരു ഗ്യാസിൻ്റെ വോളിയവും മോൾസും തമ്മിൽ എന്താണ് റിലേഷൻ? ഏതെങ്കിലും 1 മോൾ ഉള്ള ഗ്യാസ് സെയിം ടെമ്പറേച്ചറിലും പ്രഷറിലുമാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ മോളിക്യൂൾസിൻ്റെ നമ്പറും വോളിയവും സെയിം ആയിരിക്കും. ഇതിനെയാണ് മോളാർ വോളിയം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, തേർഡ് ചാപ്റ്റർ റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോകെമിസ്ട്രി. റിയാക്ടിവിറ്റിയുടെ ഡിക്രീസിംഗ് ഓർഡറിൽ മെറ്റൽസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് റിയാക്ടിവിറ്റി സീരീസ്. കുറച്ച് റിയാക്ഷൻസ് നോക്കാം. റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് വാട്ടർ. സോഡിയം മെറ്റൽ വാട്ടറുമായി റിയാക്ട് ചെയ്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് സോൾട്ടും ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാകുന്നു. സോഡിയം ഹൈലി റിയാക്റ്റീവ് മെറ്റലാണ്. സോ ഇറ്റ്സ് വിഗറസ്ലി റിയാക്ട് വിത്ത് വാട്ടർ. സോഡിയത്തിനേക്കാൾ ലെസ് റിയാക്റ്റീവായ മഗ്നീഷ്യം വാട്ടറുമായി റിയാക്ട് ചെയ്യുമ്പോൾ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്യുന്നു. റിയാക്ടിവിറ്റി കുറവായതിനാൽ റിയാക്ഷൻ നടക്കുവാനായി ഹോട്ട് വാട്ടർ യൂസ് ചെയ്യുന്നു. ലീസ്റ്റ് റിയാക്റ്റീവായ കോപ്പർ മെറ്റൽ വാട്ടറുമായി റിയാക്ട് ചെയ്യുകയില്ല. ഹൈ റിയാക്ടിവിറ്റി മെറ്റൽസ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുന്നു. ലീസ്റ്റ് റിയാക്റ്റീവ് മെറ്റൽസിൽ റിയാക്ഷൻ നടക്കുന്നില്ല. കുറച്ച് റിയാക്ട് ചെയ്താലും ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവുകയുമില്ല. അടുത്തത് റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് എയർ. ഹൈലി റിയാക്റ്റീവായ മെറ്റൽസ് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സർഫസിന് ഷൈനിങ് അപ്പിയറൻസ് ഉണ്ടാവും. ഈ പ്രോപ്പർട്ടിക്കാണ് മെറ്റാലിക് ലസ്റ്റർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സോഡിയം അല്ലെങ്കിൽ മഗ്നീഷ്യം പോലുള്ള ഹൈലി റിയാക്റ്റീവായ മെറ്റൽസ് എയറുമായി റിയാക്ട് ചെയ്ത് മെറ്റൽ ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നു. Na, MgO എക്സെട്ര. ഈ മെറ്റാലിക് ഓക്സൈഡ്സ് ആണ് ഷൈനിങ് അപ്പിയറൻസിന് കാരണം. നെക്സ്റ്റ്, റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് ആസിഡ്സ്. മെറ്റൽസ് റിയാക്ട് വിത്ത് ആസിഡ്സ് ടു ഫോം കറസ്പോണ്ടിങ് സോൾട്ട്സ് ആൻഡ് ഹൈഡ്രജൻ. മോസ്റ്റ് റിയാക്റ്റീവ് മെറ്റൽസ് മാത്രമാണ് ആസിഡുമായി റിയാക്ട് ചെയ്യുക. ലീസ്റ്റ് റിയാക്റ്റീവ് മെറ്റൽസ് ഡസ് നോട്ട് റിയാക്ട് വിത്ത് ആസിഡ്സ്. മെറ്റൽസിൻ്റെ റിയാക്ടിവിറ്റി സീരീസ് ആണിത്. ഇതിൽ ഹൈഡ്രജനേക്കാൾ റിയാക്റ്റീവായ, അതായത് ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് ആസിഡുമായി റിയാക്ട് ചെയ്യുന്നു. ഈ മെറ്റൽസ് ആസിഡുമായി റിയാക്ട് ചെയ്യുമ്പോൾ ആസിഡിലെ ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. ലീസ്റ്റ് റിയാക്റ്റീവായ മെറ്റൽസ് കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം ഇവ ആസിഡുമായി റിയാക്ട് ചെയ്യുകയില്ല. നെക്സ്റ്റ്, റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ്. ലെസ് റിയാക്ടിവിറ്റി ഉള്ള മെറ്റലിൻ്റെ സോൾട്ട് സൊല്യൂഷനിൽ നിന്നും ലെസ് റിയാക്റ്റീവ് മെറ്റലിനെ ഹൈ റിയാക്റ്റീവ് മെറ്റൽ ഡിസ്പ്ലേസ് ചെയ്യുന്നതിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. സിങ്കും കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനും തമ്മിൽ റിയാക്ട് ചെയ്താൽ എന്താ ഉണ്ടാകുന്നത്?
സിങ്ക് മെറ്റൽ കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്ത് സിങ്ക് സൾഫേറ്റ് ഉണ്ടാകുന്നു. സിങ്ക് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ. സിങ്ക് ഈസ് ഓക്സിഡൈസ്ഡ് ആൻഡ് കോപ്പർ ഈസ് റെഡ്യൂസ്ഡ്. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് ആർ റിഡോക്സ് റിയാക്ഷൻസ്. ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് ഓക്സിഡൈസ്ഡ് ആകുന്നു. ലെസ് റിയാക്റ്റീവ് മെറ്റൽസ് റെഡ്യൂസ്ഡ് ആകുന്നു. അടുത്തത് ഗാൽവനിക് സെൽ. മെറ്റൽസിൻ്റെ റിയാക്ടിവിറ്റി ഡിഫറൻസ് ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഗാൽവനിക് സെൽ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ്. ഗാൽവനിക് സെൽ അപ്പാരറ്റസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഒരു ബീക്കറിൽ സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്നു. മറ്റൊരു ബീക്കറിൽ കോപ്പർ റോഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്നു. ഒരു സോൾട്ട് ബ്രിഡ്ജ് രണ്ട് സൊല്യൂഷനിലായും ഡിപ്പ് ചെയ്ത് വെക്കുക. ആഫ്റ്റർ ദിസ് കണക്ഷൻ കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. സിങ്ക് ഇലക്ട്രോഡ് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഇക്വേഷനാണിത്. ഹിയർ സിങ്ക് മെറ്റൽ ലോസസ് 2 electrons and becomes Zn2+. സിങ്ക് ഇലക്ട്രോഡിൽ ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ് ഉള്ളത്. സോ ഇറ്റ് ഈസ് ആനോഡ്. റിയാക്ഷൻ ഇൻ കോപ്പർ ഇലക്ട്രോഡ്. കോപ്പർ ഇലക്ട്രോഡ് റിസീവ്സ് ദാറ്റ് 2 electrons for change to copper. കോപ്പർ 2 electron ഗെയിൻ ചെയ്തു. റിഡക്ഷൻ പ്രോസസ്സ് നടക്കുന്ന ഇലക്ട്രോഡിന് കാഥോഡ് എന്ന് പറയുന്നു. ആനോഡ് അറ്റൈൻസ് നെഗറ്റീവ് ചാർജ് ആൻഡ് കാഥോഡ് ഗെറ്റ്സ് പോസിറ്റീവ് ചാർജ്. ഇറ്റ് ഈസ് എ റിഡോക്സ് റിയാക്ഷൻ. ഏതൊരു ഗാൽവനിക് സെൽ സെറ്റ് ചെയ്യുമ്പോഴും റിയാക്ടിവിറ്റി ഡിഫറൻസ് ഉള്ള മെറ്റൽസ് റോഡ്സിനെ സെലക്ട് ചെയ്യുക. സെലക്റ്റഡ് മെറ്റൽസിൻ്റെ തന്നെ സോൾട്ട് സൊല്യൂഷൻ ഇലക്ട്രോലൈറ്റായിട്ട് യൂസ് ചെയ്യുക. അടുത്തത് ഇലക്ട്രോളിറ്റിക് സെൽസ്. ഗാൽവനിക് സെല്ലിൽ കെമിക്കൽ എനർജി കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരുന്നു. എന്നാൽ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ കെമിക്കൽ എനർജി ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. മോൾട്ടൺ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ അക്വസ് സൊല്യൂഷനിൽ ഇലക്ട്രോലൈറ്റ്സിൻ്റെ അയോൺസിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ സാധിക്കും. ഈ അയോൺസ് ആണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. ഇലക്ട്രോളിറ്റിക് സെല്ലിൽ ഓക്സിഡേഷൻ പ്രോസസ്സ് നടക്കുന്നത് പോസിറ്റീവ് ഇലക്ട്രോഡിലും, ദാറ്റ് ഈസ് ആനോഡ്. റിഡക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് നെഗറ്റീവ് ഇലക്ട്രോഡിലുമാണ്, ദാറ്റ് ഈസ് കാഥോഡ്. പോസിറ്റീവ് അയോൺസ് നെഗറ്റീവ് ഇലക്ട്രോഡിലേക്കും, ദാറ്റ് ഈസ് കാറ്റയോൺസ്. നെഗറ്റീവ് അയോൺസ് പോസിറ്റീവ് ഇലക്ട്രോഡിലേക്കും അട്രാക്റ്റ് ചെയ്യുന്നു, ദാറ്റ് ഈസ് ആനയോൺസ്. ഇലക്ട്രോളിസിസിൻ്റെ യൂസസ്: പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്, പ്രൊഡക്ഷൻ ഓഫ് നോൺ മെറ്റൽസ്, കോമ്പൗണ്ട്സ്, റിഫൈനിങ് ഓഫ് മെറ്റൽസ്, എക്സെട്ര. നെക്സ്റ്റ്, ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇലക്ട്രോളിസിസ് പ്രോസസ്സ് കൊണ്ട് ഒരു മെറ്റലിന് പുറമെ മറ്റൊരു മെറ്റലിനെ കോട്ടിംഗ് ചെയ്യുന്നതാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഇലക്ട്രോപ്ലേറ്റിങ്ങിൻ്റെ പ്രോസസ്സ് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. കോപ്പർ പ്ലേറ്റിംഗ് ഓൺ അയൺ സ്പൂൺ. ഏത് മെറ്റലിന് കൊണ്ടാണോ കോട്ടിംഗ് ചെയ്യേണ്ടത് ആ മെറ്റലിൻ്റെ സോൾട്ട് സൊല്യൂഷൻ ആകണം ഇലക്ട്രോലൈറ്റായിട്ട് എടുക്കേണ്ടത്. ഇതിൽ കോപ്പർ അയൺ സ്പൂണിൽ കോട്ട് ചെയ്യണം. സോ വി ടേക്ക് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആസ് ഇലക്ട്രോലൈറ്റ്. ബാറ്ററിയുടെ നെഗറ്റീവ് എൻഡ് കോട്ട് ചെയ്യേണ്ട അയൺ സ്പൂണിലേക്ക് വേണം കണക്ട് ചെയ്യുവാൻ. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ സൊല്യൂഷനിലുള്ള Cu2+ അയോൺസ് നെഗറ്റീവ് എൻഡ് കണക്ട് ചെയ്തിരിക്കുന്ന അയൺ സ്പൂണിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു. At cathode, copper ions gains 2 electrons to form copper. Copper undergoes oxidation at copper plate, which is the positive electrode. പോസിറ്റീവ് ഇലക്ട്രോഡായ കോപ്പർ പ്ലേറ്റ് ഓക്സിഡൈസ് ചെയ്ത് Cu2+ അയോൺസ് ആയി മാറി 2 electrons ലൂസ് ചെയ്യുന്നു. അടുത്തത് എക്സാമ്പിൾസ് ഓഫ് ഇലക്ട്രോപ്ലേറ്റിംഗ്. സിൽവർ പ്ലേറ്റഡ് യൂട്ടൻസിൽസ്. സിൽവർ പ്ലേറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോലൈറ്റായിട്ട് യൂസ് ചെയ്യുന്നത് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ്റെ അല്ലെങ്കിൽ സോഡിയം സയനൈഡിൻ്റെയും സിൽവർ സയനൈഡിൻ്റെയും മിക്സർ സൊല്യൂഷനാണ്. ഗോൾഡ് പ്ലേറ്റഡ് ജ്വല്ലറി. ഗോൾഡ് പ്ലേറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത് സോഡിയം സയനൈഡിൻ്റെയും ഗോൾഡ് സയനൈഡിൻ്റെയും മിക്സർ സൊല്യൂഷനാണ്. ക്രോമിയം പ്ലേറ്റഡ് ഹാൻഡിൽ ബാർസ്. നെക്സ്റ്റ്, ചാപ്റ്റർ 4, പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്. ഒരു മിനറലിൽ നിന്നും മെറ്റൽസിനെ എക്സ്പെൻസ് കുറച്ച് ഈസിയായി ക്വിക്ക്ലി എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കുന്ന മിനറലിനെയാണ് ആ മെറ്റലിൻ്റെ ഓർ എന്ന് പറയുന്നത്. കുറച്ച് മെറ്റൽസിൻ്റെ ഓർസ് പഠിക്കാം. അലുമിനിയം, ബോക്സൈറ്റ് ഈസ് ദ ഓർ. അയൺ, ഓർസ് ആർ ഹേമൈറ്റ് ആൻഡ് മാഗ്നറ്റൈറ്റ്. കോപ്പർ, കോപ്പർ പൈറൈറ്റ്സ് ആൻഡ് കുപ്രൈറ്റ്. സിങ്ക് ബ്ലെൻഡ് ആൻഡ് കലാമിൻ ആർ ദ ഓർസ് ഓഫ് സിങ്ക്. ഓറിൽ നിന്നും മെറ്റലിനെ വേർതിരിക്കുന്ന ഫുൾ പ്രോസസ്സിന് പറയുന്നതാണ് മെറ്റലർജി എന്ന്. കോൺസെൻട്രേഷൻ ഓഫ് ഓർസ്. സെക്കൻഡ് സ്റ്റെപ്പ്, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ. തേർഡ് സ്റ്റെപ്പ്, റിഫൈനിങ് ഓഫ് മെറ്റൽസ്. ഈ പ്രോസസ്സിന് പല മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ്, കോൺസെൻട്രേഷൻ ഓഫ് ഓർ. ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്.
First method, levitation or hydraulic washing. Impurities lighter വെയ്റ്റും ഓർ പാർട്ടിക്കിൾസ് ഹെവിയറുമാണെങ്കിൽ വാട്ടർ പാസ് ചെയ്ത് വാഷ് ചെയ്തെടുക്കാം. ഗോൾഡ് ഹൗസ് ഈ മെത്തേഡ് യൂസ് ചെയ്താണ് ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യുന്നത്. സെക്കൻഡ് മെത്തേഡ്, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഇമ്പ്യൂരിറ്റീസ് ഹെവിയറും ഓർ പാർട്ടിക്കിൾസ് ലൈറ്ററുമാണെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യാം. സൾഫൈഡ് ഓസ് ഈ മെത്തേഡിലൂടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. തേർഡ് മെത്തേഡ്, മാഗ്നറ്റിക് സെപ്പറേഷൻ. ഓർ പാർട്ടിക്കിൾസിനോ ഇമ്പ്യൂരിറ്റിക്കോ മാഗ്നറ്റിക് നേച്ചർ ഉണ്ടെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യാം. മാഗ്നറ്റൈറ്റ് കോൺസെൻട്രേഷനും അയൺ ഓർ കോൺസെൻട്രേഷനും ഈ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഫോർത്ത് മെത്തേഡ്, ലീച്ചിങ്. ഓർ ഡിസോൾവ് ആകുന്ന സ്യൂട്ടബിൾ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്ത് അൺഡിസോൾവ് ആയ ഇമ്പ്യൂരിറ്റീസിനെ ഫിൽറ്റർ ചെയ്ത് മാറ്റുന്ന പ്രോസസ്സാണ് ലീച്ചിങ്. അലുമിനിയം ഓറായ ബോക്സൈറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കുന്നത് ഈ മെത്തേഡിലൂടെയാണ്. സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് മെറ്റലർജി ഈസ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ. ഇതിൽ രണ്ട് സ്റ്റേജസ് ആണുള്ളത്. കൺവേർഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഓർ ഇൻറ്റു ഇറ്റ്സ് ഓക്സൈഡ്. സെക്കൻഡ് സ്റ്റെപ്പ്, റിഡക്ഷൻ ഓഫ് ഓക്സൈഡ്. ഫസ്റ്റ് സ്റ്റേജിലെ പ്രോസസ്സ് നോക്കാം. കാൽസിനേഷൻ. കോൺസെൻട്രേറ്റഡ് ഓറിനെ എയറിൻ്റെ ആബ്സെൻസിൽ അത് മെൽറ്റ് ചെയ്യാത്ത ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. കാർബണേറ്റ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്സ് ഓഫ് മെറ്റൽസ് ഡീകമ്പോസ് ടു ഫോം ദെയർ ഓക്സൈഡ്സ്. നെക്സ്റ്റ്, റോസ്റ്റിംഗ്. കോൺസെൻട്രേറ്റഡ് ഓറിനെ എയറിൻ്റെ പ്രസൻസിൽ അത് മെൽറ്റ് ചെയ്യാത്ത ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, Cu2S ore is converted to Cu2O by roasting. കാൽസിനേഷനിൽ കോൺസെൻട്രേറ്റഡ് ഓറിനെ എയറിൻ്റെ ആബ്സെൻസിലായിരുന്നു ഹീറ്റ് ചെയ്തിരുന്നത്. എന്നാൽ റോസ്റ്റിങ്ങിലോ കോൺസെൻട്രേറ്റഡ് ഓറിനെ എയറിൻ്റെ പ്രസൻസിലാണ് ഹീറ്റ് ചെയ്തെടുക്കുന്നത്. സെക്കൻഡ് സ്റ്റേജ്, റിഡക്ഷൻ ഓഫ് ഓക്സൈഡ്. മെറ്റൽ ഓക്സൈഡ്സിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്ത് മെറ്റൽസിനെ ഒബ്റ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റിഡക്ഷൻ ഓഫ് ദ ഓക്സൈഡ് എന്ന് പറയുന്നത്. ഹൈലി റിയാക്റ്റീവ് മെറ്റൽസിന് ഇലക്ട്രിസിറ്റി റെഡ്യൂസിംഗ് ഏജൻ്റായി യൂസ് ചെയ്യുന്നു. കാർബൺ മോണോക്സൈഡ് ആർ യൂസ്ഡ് ആസ് റെഡ്യൂസിംഗ് ഏജൻറ്റ്സ് ഫോർ ലീസ്റ്റ് റിയാക്റ്റീവ് മെറ്റൽസ്. തേർഡ് സ്റ്റെപ്പ് ഓഫ് മെറ്റലർജി ഈസ് റിഫൈനിങ് ഓഫ് മെറ്റൽസ്. ചെറിയ ഇമ്പ്യൂരിറ്റീസ് പോലും റിമൂവ് ചെയ്ത് പ്യുവർ മെറ്റൽ കിട്ടുവാനുള്ള പ്രോസസ്സാണ് റിഫൈനിങ് ഓഫ് മെറ്റൽസ്. ലിക്വേഷൻ. ലോ മെൽറ്റിംഗ് പോയിൻ്റുള്ള ഓർസിനും ഹൈ മെൽറ്റിംഗ് പോയിൻ്റുള്ള ഇമ്പ്യൂരിറ്റീസുമാണെങ്കിൽ ഒരു ചെരിഞ്ഞ സർഫസിൽ വെച്ച് അത് ഹീറ്റ് ചെയ്തെടുത്താൽ പ്യുവർ ഓർ മെൽറ്റായി ഒഴുകിയെത്തുകയും ഇമ്പ്യൂരിറ്റീസ് ആ സർഫസിൽ തന്നെ കിടക്കുകയും ചെയ്യുന്നു. ഈ പ്രോസസ്സിനാണ് ലിക്വേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡിസ്റ്റിലേഷൻ. ലോ ബോയിലിംഗ് പോയിൻ്റുള്ള ഓർസ് ആണെങ്കിൽ അത് ഹീറ്റ് ചെയ്യുകയും വേപ്പറായി പോവുകയും ചെയ്യുന്നു. ആ വേപ്പർ കണ്ടൻസ് ചെയ്യുമ്പോൾ പ്യുവർ മെറ്റൽ കിട്ടുന്നു. ഈ പ്രോസസ്സിനാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. അടുത്തത്, ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്. ഇലക്ട്രോളിസിസ് വഴി മെറ്റൽ പ്യൂരിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്. Electrolytic refining is the process of refining a metal by the electrolysis of a solution of the salt of the metal, using a small piece of pure metal as the negative electrode and the pure metal as the positive electrode. Next, industrial production of iron. Iron ore is hematite. In first step of metallurgy, washing, magnetic separation is employed for removing impurities. In second step of metallurgy, roasting. ഹെമറ്റൈറ്റ് അയോണായി മാറുന്നത് ബ്ലാസ്റ്റ് ഫർണസിൽ വെച്ചാണ്. ഫർണസിന് താഴെയായി ഹോട്ട് എയർ കൊടുക്കുന്നു. ഫർണസിന് മുകളിൽ ഹെമറ്റൈറ്റ്, ലൈംസ്റ്റോൺ, കോക്ക് ഇവ ഫർണസിൽ വീഴുന്ന രീതിയിൽ സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നു. കോക്കിലെ കാർബൺ ആദ്യം കാർബൺ ഡയോക്സൈഡായി മാറുകയും പിന്നീട് കാർബൺ മോണോക്സൈഡ് ആവുകയും ചെയ്യുന്നു. തേർഡ് സ്റ്റെപ്പ് ഓഫ് മെറ്റലർജി ഈസ് റിഡക്ഷൻ. ഹെമറ്റൈറ്റിൻ്റെ റിഡക്ഷൻ നടക്കുന്നത് കാർബൺ മോണോക്സൈഡ് റെഡ്യൂസിംഗ് ഏജൻ്റായിട്ട് ഉപയോഗിച്ചിട്ടാണ്. ലൈംസ്റ്റോൺ, ദാറ്റ് ഈസ് കാൽഷ്യം കാർബണേറ്റ്, ഡീകമ്പോസ് ചെയ്ത് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും ഫോം ചെയ്യുന്നു. കാൽഷ്യം ഓക്സൈഡ് സിലിക്കൺ ഓക്സൈഡുമായി റിയാക്ട് ചെയ്ത് കാൽഷ്യം സിലിക്കേറ്റ് ഫോം ചെയ്യുന്നു. മോൾട്ടൺ സ്ലാഗിൽ നിന്ന് മോൾട്ടൺ അയൺ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അലോയ് സ്റ്റീൽസ്.
സ്റ്റീലുമായി മറ്റ് മെറ്റൽസ് ആഡ് ചെയ്യുമ്പോഴാണ് അലോയ് സ്റ്റീൽ ഉണ്ടാവുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ, അയൺ, ക്രോമിയം, നിക്കൽ, കാർബൺ ഇവ ചേർന്നാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ടാവുന്നത്. അയൺ, അലുമിനിയം, നിക്കൽ, കോബാൾട്ട് ആർ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെൻറ്റ്സ് ഓഫ് അൽനിക്കോ. അതുപോലെ അയൺ, നിക്കൽ, ക്രോമിയം ആൻഡ് കാർബൺ ചേർന്നുണ്ടാവുന്നതാണ് നിക്രോം എന്ന അലോയ് സ്റ്റീൽ. നെക്സ്റ്റ്, extraction of aluminium. Bauxite is the ore. Two-step process. Concentration of bauxite. ആ പ്രോസസ്സിന് പറയുന്നതാണ് ബേയസ് പ്രോസസ്. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് electrolysis of alumina. ഈ രണ്ട് സ്റ്റെപ്പുകളാണ് എക്സ്ട്രാക്ഷൻ ഓഫ് അലുമിനിയത്തിന് ഉള്ളത്. കോൺസെൻട്രേഷൻ ഓഫ് ബോക്സൈറ്റ് ഫസ്റ്റ് സ്റ്റെപ്പും സെക്കൻഡ് സ്റ്റെപ്പ് electrolysis of aluminium. Concentration of bauxite. First step, leaching. ഹോട്ട് NaOH സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്ത് പ്രഷർ അപ്ലൈ ചെയ്യുന്നു. എക്സ്ട്രാക്ഷൻ പ്രോസസ്സിൽ സോഡിയം മെറ്റാ അലുമിനേറ്റ് ആയി മാറുന്നു. ഇമ്പ്യൂരിറ്റി ആയ സിലിക്ക സോഡിയം സിലിക്കേറ്റും ആവുന്നു. ഈ സൊല്യൂഷൻ ഫിൽറ്റർ ചെയ്ത് കൂൾ ചെയ്യുന്നു. അത് കാർബൺ ഡയോക്സൈഡുമായി റിയാക്ട് ചെയ്ത് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നു. Hydrated alumina is filtered, washed and heated to get pure alumina. Aluminium oxide is formed. ഈ പ്രോസസ്സിൻ്റെ റിയാക്ഷൻ ഇക്വേഷൻസ് ആണിത്. സോഡിയം മെറ്റാ അലുമിനേറ്റ് ഉണ്ടാകുന്നത് ഫോർമേഷൻ ഓഫ് സോഡിയം സിലിക്കേറ്റിൻ്റെ ഇക്വേഷൻ, അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഫോർമേഷൻ ആൻഡ് പ്യുവർ അലുമിന ഫോർമേഷൻ. നെക്സ്റ്റ്, ഇലക്ട്രോളിസിസ് ഓഫ് അലുമിന. മോൾട്ടൺ ക്രയോലൈറ്റിൻ്റെയും അലുമിനിയയുടെയും ഒരു മിക്സഡ് സൊല്യൂഷനാണ് ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത്. Al2O3 ഡികമ്പോസ് ചെയ്ത് Al3+ അയോൺസും O2- അയോണും ഉണ്ടാകുന്നു. ഈ Al3+ അയോൺ 3 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്ത് അലുമിനിയം കിട്ടുന്നു. ഇന്ന് റിവൈസ് ചെയ്ത 4 ചാപ്റ്ററും നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു.